ഇറാനിൽ ആഭ്യന്തര കലാപം ആളിപ്പടരുന്നു. തൊട്ടുപിന്നാലെ പാകിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം ലാൻഡ് ചെയ്യുന്നു. കേവലം ഒരു സൈനികാഭ്യാസമെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നിലേക്കാണ്. പാകിസ്ഥാനിലെത്തിയ US സ്പെഷ്യൽ ഫോഴ്സിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ത്? ഇറാനെ പൂട്ടാൻ പാകിസ്ഥാൻ മണ്ണ് അമേരിക്കയ്ക്ക് വിട്ടു നൽകുകയാണോ? നോക്കാം. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ജനരോഷം ഇരമ്പുകയാണ്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500 കടന്നു. എന്നാൽ ഈ തീ പാകിസ്ഥാനിലേക്കും പടരുമോ എന്ന ഭീതിയിലാണ് ഇസ്ലാമാബാദ്. പ്രത്യേകിച്ചും ഇറാന്റെ അതിർത്തി പ്രവിശ്യയായിട്ടുള്ള സിസ്താൻ ബലൂചിസ്ഥാനിലേക്ക് പ്രതിഷേധം വ്യാപിച്ചത് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാനിലെത്തിയത്. പാകിസ്ഥാൻ പഞ്ചാബിലെ പബ്ബിയയിൽ സംയുക്ത ഭീകരവിരുദ്ധാഭ്യാസത്തിന് എത്തിയതാണെന്ന് ഔദ്യോഗിക വിശദീകരണം US നൽകുന്നുണ്ട്. എന്നാൽ ഇറാനിൽ അസ്ഥിരത പുകയുമ്പോൾ കൃത്യമായിട്ടുള്ള ആ സമയത്ത് തന്നെ US സൈന്യം പാകിസ്ഥാനിൽ എത്തിയത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇറാനിലെ സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ താവളമൊരുക്കുന്നു എന്ന അഭ്യൂഹം ശക്തമായതോടെ പാകിസ്ഥാൻ നയതന്ത്രപരമായിട്ടുള്ള വലിയൊരു കെണിയിലായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയധികം ഭയപ്പെടുന്നത്? അതിന് കാരണം 900 കിലോമീറ്ററിലധികം നീളുന്ന ഇറാൻ പാക് അതിർത്തിയാണ്. ഇരുവശത്തും താമസിക്കുന്നത് ഒരേ വംശീയത പങ്കിടുന്ന ബലൂച്ച് വിഭാഗക്കാരാണ്. ഇറാനിലെ ഭരണകൂടം ദുർബലമായാൽ അതിർത്തിയിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് പാകിസ്ഥാനിലെ ബലൂച്ച് വിഘടനവാദികൾക്ക് കരുത്ത് പകരും. നിലവിൽ തന്നെ TTP-യിൽ, അതായത് തെഹ്രീക്ക് താലിബാൻ എന്ന സംഘടനയിലെ ബലൂച്ച് വിമതരിൽ നിന്നും കടുത്ത വെല്ലുവിളി നേരിടുന്ന പാക് സൈന്യത്തിന് ഇറാന്റെ പതനം താങ്ങാനാവില്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് മറ്റൊരു പേടി സ്വപ്നം അഭയാർത്ഥി പ്രവാഹമാണ്. ഇറാനിൽ ആഭ്യന്തര യുദ്ധമുണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നെത്തും. ഇത് പാകിസ്ഥാന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പടുകുടിയിലാക്കും. കൂടാതെ അതിർത്തി കടന്നുള്ള വ്യാപാരത്തെ ആശ്രയിച്ചു കഴിയുന്ന ബലൂചിസ്ഥാനിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇതോടെ പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്യും. ഇറാനുമായി നല്ല ബന്ധം വേണം. എന്നാൽ ഇറാൻ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന അമേരിക്കയെ പിണക്കാനും പാകിസ്ഥാന് കഴിയില്ല. ഈ ത്രിശങ്കുവാണ് ഇപ്പോൾ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇറാനിലെ സംഭവവികാസങ്ങൾ ആഭ്യന്തര കാര്യമാണെന്ന് ആവർത്തിക്കുമ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം പാകിസ്ഥാനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. ഇറാനിലെ തീ പാകിസ്ഥാനിലേക്ക് പടരുമോ അതോ അമേരിക്കയുടെ തന്ത്രപരമായ കരുനീക്കങ്ങൾക്ക് പാകിസ്ഥാൻ വെറും കളിപ്പാവയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയണം. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം എങ്ങനെ മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 അബലാണ്.